നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർണായകമായ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഈ പദ്ധതി ഇതിനോടകം തന്നെ വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ തുക കൃത്യമായി വിതരണം ചെയ്തിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും അതോടൊപ്പം തന്നെ അനുബന്ധ സാങ്കേതിക നടപടിക്രമങ്ങളും ഒക്കെ തന്നെ കാരണം ഏപ്രിൽ മാസത്തിലെ ധനസഹായ വിതരണം താൽക്കാലികമായിട്ട് തടസ്സപ്പെട്ടു. എന്നാൽ നിലവിൽ തുക കൈമാറുന്നതിനുള്ള എല്ലാ ഭരണപരമായിട്ടുള്ള തടസ്സങ്ങളും നീങ്ങിയിട്ടുണ്ടെന്നും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വളരെ വൈകാതെ തന്നെ ഈ തുക എത്തിച്ചേരുമെന്നുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് ഇരട്ടി സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ ഈ മാസം പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷൻ തുകയും ചേർത്ത് ഒന്നിച്ച് 2000 രൂപ ഈ മാസത്തിനുള്ളിൽ തന്നെ വിതരണം ചെയ്യാനായിട്ടാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ആഴ്ചയുടെ അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെയൊക്കെ ആദ്യ പകുതിയിലോ തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തീർച്ചയായിട്ടും ക്രെഡിറ്റ് ആയിട്ട് തുടങ്ങുന്നതാണ്. സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ നേരിട്ട ചെറിയ കാലതാമസം പരിഹരിക്കാനായിട്ടാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ 16 ലക്ഷത്തിലധികം വരുന്ന അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകും. പദ്ധതി മുടങ്ങുമെന്ന് ആശങ്കപ്പെട്ടിരുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഒരു നടപടിയിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച് നിലനിന്നിരുന്ന നിരവധി ആശങ്കകൾ പരിഹരിക്കാനായിട്ട് സർക്കാർ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലുള്ള സർക്കാർ കാലാവധി പൂർത്തിയാക്കി പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ പദ്ധതി നിർത്തലാക്കുകയല്ല, മറിച്ച് കൂടുതൽ വിപുലീകരിക്കാനാണ് ഇപ്പോൾ UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആലോചനകൾ നടക്കുന്നത്. നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ആനുകൂല്യം അത് വരും ദിവസങ്ങളിൽ നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് APL വിഭാഗത്തിലെ അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടി ലഭ്യമാകുന്ന ഒരു രീതിയിൽ പുതുതായിട്ട് പരിഷ്കരിക്കാനായിട്ടുള്ള സാധ്യതയും. ഇത്തരത്തിൽ ഈ ഒരു പദ്ധതി അത് വിപുലീകരിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വീട്ടമ്മമാരിലേക്കും ഈ ഒരു സാമ്പത്തിക സുരക്ഷ പദ്ധതി എത്തിച്ചേരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുമ്പോഴും അർഹരായവർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിട്ട് കർശനമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏകദേശം 30 ലക്ഷം പേരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കാനാണ് സർക്കാർ പ്രാഥമികമായിട്ട് ഇപ്പോൾ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും നിലവിൽ 18 ലക്ഷത്തോളം അപേക്ഷകളാണ് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്. ഇതിൽ വിശദമായിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയതിനെ തുടർന്ന് മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരെയോ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരെയോ നിശ്ചിത പ്രായപരിധിയിൽ എത്താത്തവരെയൊക്കെ തന്നെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അർഹതയില്ലാത്തവർ പദ്ധതിയിൽ കടന്നുകൂടുന്നത് തടയുന്നതിലൂടെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ഈ ഒരു പെൻഷൻ തുക ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. നിലവിൽ 17 ലക്ഷത്തോളം പേർക്കാണ് ധനസഹായത്തിന് അന്തിമ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ ജനപ്രിയ പദ്ധതിയിൽ ഇതുവരെയും അംഗങ്ങളല്ലാത്ത അർഹരായവർക്ക് ഇപ്പോഴും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ചവർക്കും ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നവർക്കുമൊക്കെ തന്നെ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് അത് കൃത്യമായി ഓൺലൈനിലൂടെ പരിശോധിക്കാനുള്ള സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക പെൻഷൻ പോർട്ടലായിട്ടുള്ള സേവന എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഗുണഭോക്താവിൻ്റെ പെൻഷൻ ID അതോടൊപ്പം തന്നെ ആധാർ നമ്പർ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ലഭിച്ച ഫയൽ നമ്പർ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാരണത്താൽ തുക മുടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഈ ഒരു പോർട്ടൽ വഴി നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ വഴിയും അതോടൊപ്പം തന്നെ മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ ഇത്തരത്തിൽ ചില തെറ്റായ വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. അത്തരം വാർത്തകളിൽ പെട്ടുപോകാതെ ഇരിക്കാനായിട്ട് ഗുണഭോക്താക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗവൺമെൻറ് പ്രത്യേക ഓർഡറിലൂടെ മന്ത്രിസഭ അംഗീകാരത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി അത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ കുടുംബത്തിലെയും സ്ത്രീകളെ അവരെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ഒരു പ്രവർത്തനം അത് മുടങ്ങുകയില്ലെന്ന് അധികൃതർ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച ഈ പദ്ധതിയെക്കുറിച്ചുള്ള പുതിയ മാറ്റങ്ങൾ വിജ്ഞാപനങ്ങളൊക്കെ തന്നെ കൃത്യസമയത്ത് അറിഞ്ഞിരിക്കേണ്ടത് അപേക്ഷകരെ സംബന്ധിച്ചും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ജനോപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.